നീ ഓരോന്നൊന്നും പറയില്ലേ, ഓരോ കമ്മീഷനൊക്കെ വന്നോണ്ടിരിക്കുന്ന കാലം ചുമ്മാ കല്യാണം മറ്റേതൊന്നും പറഞ്ഞോണ്ടിരിക്കല്ലേ. നീ എന്റെ വാതിലൊന്നും ഒന്ന് മുട്ടല്ലേ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ. എവിടെ ഉണ്ടാവും, ബിക്കോസ് എനിക്കും അങ്ങനെ ഇല്ലീഗൽ ബാനിങ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ വിഷയങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡയറക്ടറായിട്ടുള്ള രഞ്ജിത്തിനെ പറ്റിയിട്ടാണ് മെയിൻ പ്രശ്നം. രഞ്ജിത്ത് ശ്രീലേഖ എന്ന് പറയുന്ന ഒരു ആക്ട്രസിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ വിഷയം തന്നെയാണ്. ഇതൊരു 10-14 വർഷത്തിന് മുന്നേ നടന്നൊരു സംഭവമാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഈ പറയുന്ന ലേഡിക്ക് ഇത് പ്രതികരിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഇപ്പം എന്തായാലും പ്രതികരിച്ചു, റൈറ്റ് ടൈമാണെന്ന് തോന്നിയിട്ട് പ്രതികരിച്ചു, സത്യങ്ങളെല്ലാം പുറത്തു വന്നു. എന്തായാലും രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുള്ളിക്കാരനെതിരെ നിയമപരമായിട്ട് പോവുകയും ചെയ്യണം. അതിനുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അങ്ങർക്ക് കിട്ടുകയും ചെയ്യണം. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതുപോലെ തന്നെ പല സ്ത്രീകൾക്കും ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഈ പല പെൺപിള്ളേർക്കും വന്ന് നേരിട്ട് പറയാനായിട്ട് പേടിയാണ്. കാര്യം എന്താണ്, ഇവർ ഈ സിനിമയിൽ നിന്ന് മാറ്റിക്കളയും, ഇവർ ചാൻസ് കൊടുക്കത്തില്ല. പിന്നെ ഇവരുടെയൊക്കെ കുറെ ഗുണ്ടായിസം പരിപാടികളൊക്കെ തന്നെയാണ് മെയിനായിട്ട്. അതാണ് ഇപ്പം പക്കയായിട്ട് എല്ലാവരും പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന ആള് എന്തോ ചെയർമാൻ പൊസിഷനിലും കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പം എന്തൊരു മോശപ്പെട്ട ഒരു പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ നാണക്കേട് ഉണ്ടാവാൻ അത് തന്നെ ധാരാളമാണ്. എന്തായാലും ഇന്നലെ ജഗദീഷിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ടാണ് പുള്ളി പറയുന്നത്. വളരെ കിടിലമായിട്ടൊരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നി. കാര്യം പുള്ളി പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം. ഹേമ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അമ്മയുടെ പക്ഷവും അത് തന്നെയാണ്. അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അത് തന്നെയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സിദ്ദിഖ് ഇന്നലെ വന്നിരുന്ന് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് 1-2 പേർക്കെങ്ങാണ്ട് ഇങ്ങനെ ഒരു അനുഭവം വന്നെന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനല്ല ഇങ്ങനെയല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒന്ന് വെളുപ്പിക്കാൻ നോക്കിയൊരു സംഭവമായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ജഗദീഷ് പറഞ്ഞ കേട്ടല്ലോ, ഇതൊരിക്കലും മാറ്റി നിർത്തരുത്. ഇങ്ങനെയൊക്കെയുള്ള ചൂഷണങ്ങൾ പെൺകുട്ടികൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് പോവുകയും ചെയ്യണം, അതിനെതിരെ ആക്ഷനും എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കാര്യം 10 പേര് അറിയുമ്പോഴേ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടൊക്കെ മാറ്റങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു ന്യൂസൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ വീണ്ടും താഴെ പോവും, വീണ്ടും ഇതുപോലെ തന്നെ ഇവർക്കൊക്കെ നേരിടേണ്ടി വരും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വഴി സഹായകമാകട്ടെ എന്നാണ് അമ്മ എന്ന അസോസിയേഷൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ നമ്മൾ ഒരിക്കലും തൊഴിലിടത്ത് അമ്മയിൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് അപ്രസക്തമാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ. കാര്യം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് ജഗദീഷ് ആ ഒരു കാര്യം സംസാരിച്ചത്. കാര്യം ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെ മനസ്സിലാക്കാത്ത കുറേ സിനിമാ നടന്മാരുണ്ട്. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആക്ടറായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്കകത്തോട്ട് വഴിയേ വരാം. പക്ഷെ ആ പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗ് നിങ്ങളെല്ലാവരും അത് കേട്ട് കാണും. അപ്പോൾ WCCനെ പറ്റിയിട്ടൊക്കെയാണ് വളരെ ഇപ്പം ആരും പേടിച്ചിട്ട് പോയി വാതിൽ നിന്നും മുട്ടല്ലേ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കളിയാക്കിയ ഒരു രീതിയിലാണ്. എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് വരുന്നതിന് മുന്നേ തന്നെ ഈ സിദ്ദിഖ് ഇന്നലെ ഒരു ഡയലോഗ് വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ വന്നിരുന്നു. കുറേ വെളുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമായിട്ടാണ് തോന്നിയത്. ഇന്നലെ സിദ്ദിഖിൻ്റെ ഡയലോഗ് ഒന്ന് കണ്ടു നോക്കാം. എവിടെയോ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്നൊരു പ്രവണത നല്ലതല്ല. എവിടെ ഒറ്റപ്പെട്ട 1-2 സംഭവം നടന്നെന്നുള്ള പേരിൽ മൊത്തത്തിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. സിദ്ദിഖ് ഇന്നലെ പറഞ്ഞ ഡയലോഗാണ്. എന്തായിരുന്നു ജഗദീഷ് പറഞ്ഞത്? ജഗദീഷ് പറഞ്ഞ സാധനം നിങ്ങൾ കേട്ടല്ലോ.
ജഗദീഷ് പറഞ്ഞ കേട്ടില്ല, ഒന്നും കൂടെ ഞാൻ അത് കേൾപ്പിച്ചു തരാം. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് പറയേണ്ട ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ് പറഞ്ഞ ഒരു ആൻസർ ആണ് ഇതിന് കൊടുക്കേണ്ടത്. കാര്യം ഈ പെൺപിള്ളേർക്കൊക്കെ ഇത്രയും വിഷയങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഉൾപ്പെടെ കൊണ്ടുവരാനായിട്ട് നോക്കുക. അത് മാത്രമല്ല, ഈ പറയുന്ന സംഘടനയിൽ ഉള്ള ആളുകളാണ് ഇത്തരം പോകൃത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്താക്കുക, നടപടിയെടുക്കുക, നിയമപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നറിയോ. അല്ലാതെ ഇതിപ്പോൾ സ്വന്തം ഭാഗം വെളുപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ വന്ന് ഇരുന്ന് ഡയലോഗ് അടിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. അതിന് വീണ്ടും നാണം കിടത്തേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ. അല്ലെങ്കിൽ കഴിവതും മിണ്ടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും സിദ്ദിഖേട്ടൻ പറയുന്ന ബാക്കിയൂടെ കണ്ടു നോക്കാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. ഇതെന്തായാലും അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയെന്നറിയോ. അമ്മയിലുള്ള മുഴുവൻ ആൾക്കാരും ഇത്തരത്തിലുള്ള പരിപാടിയാണ് ചെയ്തത്. അത് അതിനകത്ത് ഈ എല്ലാ ആൾക്കാരും ഉൾപ്പെടും, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സിദ്ദിഖ് വീണ്ടും പറയണത് അമ്മയിലുള്ള ആൾക്കാരല്ല. എന്തോന്നടേ ഇതൊക്കെ. എന്തായാലും അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയിലിരിക്കുന്ന വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇന്റർവൽ ബാബുവൊക്കെ. പുള്ളിക്കാരൻ്റെ പേരിലും ഇതുപോലെ ഒരു പെണ്ണ് വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ അഡ്ജസ്റ്റ്മെൻറ്റിന് എന്താണ് തയ്യാറാവണമെന്നോ എന്തോ കണ്ട് ഡയലോഗ് അടിക്കണമെന്ന് പറഞ്ഞ് 2 ദിവസം മുന്നേ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും പറയാനില്ലേ? അവരാരും ഇപ്പോൾ പുറത്ത് വരുന്നില്ലെന്ന് കാണപ്പെടാ. അല്ലെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരൊക്കെ മുൻനിരയിൽ കാണും. ഈ പറയുന്ന ഇന്റർവൽ ബാബു ആയാലും ഇപ്പോൾ ഇങ്ങനെയുള്ള വേറെ കുറച്ച് ആൾക്കാരാണെങ്കിലും. എന്തായാലും ഈ സിദ്ദിഖിൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെയൊന്നും ഞാൻ അമ്മയുടെ മീറ്റിങ്ങിലൊന്നും മുന്നേ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ. എന്തായാലും ഇത്രയും വലിയൊരു അലിഗേഷൻ നടന്ന സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ നിങ്ങളെല്ലാവരും കൂടെ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ നിങ്ങളെല്ലാവരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ നടന്മാർ. നിങ്ങൾക്ക് വന്നിരുന്ന് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണം. പ്രതികരിക്കാതെ മാറിയിരുന്നിട്ട് അമ്മേരെ സിദ്ദിഖിനെ മാത്രം പറഞ്ഞു വിട്ടിട്ട് പ്രതികരിപ്പിച്ചിട്ടും അതിൻ്റെ കൂടെ വേറെ 2 പേരെയൊക്കെ വിട്ടിട്ടൊന്നും ഒരു പ്രയോജനമില്ല. കാര്യം സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരെ ആണല്ലോ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതിപ്പോൾ ഒരു ചെറിയ കാര്യമല്ല. ഇത്രയും ചർച്ചയായ ഒരു വിഷയത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലുണ്ടാവണം. അവരും തീർച്ചയായിട്ടും പറയണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടി മോഹൻലാലും പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യം നമുക്ക് കണ്ടു നോക്കാം. കാര്യം നമ്മുടെ ഈ അടുത്തും മത്സരിക്കാനായിട്ട് നിന്ന് തോറ്റുപോയിട്ടുള്ള നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അഹാന കൃഷ്ണയുടെ അച്ഛനാണ് കൃഷ്ണകുമാർ. പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ WCC പറ്റിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ റോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബേസിക്കലി. കാര്യം പുള്ളിക്കാരൻ ഈ 4 പെൺമക്കളുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും സംസാരിക്കാനായിട്ട് അത് പാടില്ല എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അവർക്ക് പേഴ്സണലി ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓരോന്നും പറയില്ലേ, ഓരോ കമ്മീഷനൊക്കെ വന്നോണ്ടിരിക്കുന്ന കാലം ചുമ്മാ കല്യാണം മറ്റേതൊന്നും പറഞ്ഞോണ്ടിരിക്കില്ലേ. നീ എന്റെ വാതിലൊന്നും മുട്ടല്ലേ ഞാനോട് ഇരിക്കുമ്പോൾ. എനിക്ക് മനസ്സിലായില്ല, ബട്ട് സ്റ്റിൽ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു സ്മൈൽ. OC doesn't know about the പുതിയ മറ്റേ കമ്മീഷന്. OCക്ക് അതൊന്നും അറിഞ്ഞൂടെ? അറിയണ്ട, കൊച്ചിന് അതൊന്നും അറിയണ്ട. OCക്ക് ബ്ലൗസ് റെഡിയായോ, സാരി റെഡിയായോ, അതൊക്കെ പറയാവൂ. എന്തായാലും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, പുതിയ കമ്മീഷനൊക്കെ വന്ന സമയം നീ എൻ്റെ വാതിൽ നിന്നും വന്ന് മുട്ടല്ലെന്ന്. അതായത് എന്ത് പറയണ്ട, നല്ല രീതിയിൽ നൈസായിട്ട് ഊക്കി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് WCC ഒക്കെ വീണ്ടും കളിയാക്കണം. കാര്യം WCC നമ്മളെല്ലാവരും ട്രോൾ ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ അവർ ഈ ഒരു വിഷയത്തിൽ അവർ കാണിച്ചത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം കുറേ അവന്മാരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കയറാനായിട്ട് അവരെ കൊണ്ട് പറ്റി. ഇപ്പം തന്നെ ഓരോ കേസസ് പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. കാര്യം രഞ്ജിത്തിൻ്റെ കേസ് ആയിക്കഴിഞ്ഞാലും പിന്നെ ബാക്കിയുള്ള നടന്മാരുടെ ആയാലും ഇപ്പം പെൺപിള്ളേർക്ക് കുറച്ചും കൂടെ പെണ്ണുങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ധൈര്യം കിട്ടി. ഇതിപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പ്രതികരിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് കൂടെ ധൈര്യം കിട്ടും. എല്ലാം വന്നിരുന്ന് അങ്ങ് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഉമ്മാറയൊക്കെ സത്യം പറഞ്ഞാൽ അഹങ്കാരം അങ്ങ് തീർന്ന് കിട്ടും. ഉള്ള കാര്യം പറയാനല്ലേ. കാര്യം ഫിലിം ഇൻഡസ്ട്രി എന്നും പറഞ്ഞിട്ട് അത് വളരെ മാന്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ്. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നതിനകത്ത് ഒരു മനുഷ്യരും കൂട്ടി നിൽക്കത്തില്ല. അഥവാ കൂട്ടി നിൽക്കുന്നുള്ളവന്മാരാണെങ്കിൽ അവന്മാരെ വേണം ആദ്യമേ അടിയും കൊടുത്ത് പുറത്തു വിടാനായിട്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ ശ്വേതാ മേനോൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ശ്വേതാ മേനോൻ്റെ ഒരു 9 പടം മുടങ്ങിയതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പാർവതി അടക്കമുള്ള ആളുകൾ പറയുന്നത് അവർ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തു, അതുകൊണ്ട് തന്നെ അവർക്ക് സിനിമയിൽ നിന്ന് കൃത്യമായ അവസരങ്ങൾ കിട്ടുന്നില്ല. ഈ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഈ ഇല്ലീഗൽ ബാനിങ് അതുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അത് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഉണ്ടാവും, ബിക്കോസ് എനിക്കും അങ്ങനെ ഇല്ലീഗൽ ബാനിങ് നടന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ബിക്കോസ്
ഒരു സുപ്രഭാതത്തിൽ 9 സിനിമ സൈൻ ചെയ്ത ആള് സഡൻലി സിനിമ ഇല്ലാത്ത സഡൻലി ആ 9 സിനിമ എവിടെ സൈനിങ് എമൗണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ സിനിമകളൊന്നും നടന്നിട്ടില്ല. എന്താണ് അങ്ങനെ ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടാകാൻ കാരണം? മേ ബി ഐ ഡോണ്ട് ബോദർ. എനിക്ക് വരാനുള്ള കാര്യം വരും എന്നുള്ള ഒരു പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായതുകൊണ്ട് ഐ ഡോണ്ട് ലുക്ക് ബാക്ക്. ഇത് തന്നെയാണ് ഈ പറയുന്ന പാർവതിക്കായാലും പല നടിമാർക്കും പറ്റിപ്പോയൊരു സംഭവം. കാര്യം എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരുടെ പടം അങ്ങ് മുടക്കി കളയും. അതാണ് ഇവരൊക്കെ ചെയ്യുന്നൊരു പരിപാടി. അതായത് ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടീമുകൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ശ്വേതാ മേനോന് ഒരു 9 പടം നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് പുള്ളിക്കാരത്തി ഇത് ഓപ്പണായിട്ട് പറയാൻ കാണിച്ചൊരു മനസ്സ് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എത്രയോ നടിമാർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് കാണും. എന്തായാലും നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. അതായത് എന്താണ്, ഞാൻ ഈ പറയുന്ന ആക്ടിങ്ങിന് നമ്മൾ ഈ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് അഭിനയിക്കാനുള്ള ഇതുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ നോക്കിയത്. ഞാൻ മോശമായിട്ടുള്ള രീതി പെരുമാറിയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ ജോഷിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ജോഷി ഇതിനെ പറ്റിയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നൈസായിട്ട് ജോഷി പറയാതെ പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് തന്നെയാണ് പറയണത്. എന്തായാലും അന്ന് തന്നെ ഈ പറയുന്ന പെൺകുട്ടി ഇത് ജോഷി എടുത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി തന്നെയാണ് സംസാരിക്കുന്നത്. എന്തായാലും അതും കൂടി ഒന്ന് കാണാം. ഇവർ തമ്മിൽ ഡിസ്കഷന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബംഗാളി സ്ത്രീകൾ സിഗരറ്റ് വലിക്കുക എന്നത് അവർ എല്ലാവരും വലിക്കുന്നതല്ല, സിഗരറ്റ് വലിക്കുന്നതിൻ്റെ സിഗ്നലായി മലയാളി ഞാൻ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുവോ എന്ന് എന്നോട് കൂടി തട്ടിക്കയറുകയാണ് ഉണ്ടായത്. കാരണം ഞാനാണ് അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശങ്കർ എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവരിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ടച്ച് ചെയ്യുന്നതും ഇനപ്രോപ്രിയേറ്റായി, ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ടച്ച് ചെയ്യുന്നതും അപ്പം തന്നെ അവർ ശങ്കറിനെ വിളിച്ച് പറയുന്നു ഞാൻ ഈ സിനിമയിൽ നിന്നും വാക്കൗട്ട് നടത്തുകയാണ്. അപ്പം അതാണ് ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പഴയ പാപം, കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും വിലാസം തെറ്റാതെ തിരിച്ചു വരുന്നതായിരിക്കും. അതെ, കർമ്മ എന്ന് പറയുന്ന സാധനം അടിച്ചതാണ്, വേറെ ഒന്നുമല്ല. എന്തായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാനൊക്കെ ആയിട്ട് ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പൂക്കൃത്രങ്ങൾ കാണിക്കുന്നത്. ഇപ്പം രഞ്ജിത്ത് പറഞ്ഞ ആ ഒരു സംഭവം തികച്ചും പൊളിഞ്ഞിട്ടുണ്ട്. കാര്യം ജോഷി തന്നെ പറയാതെ പറയുന്നുണ്ട് ഇങ്ങനൊരു അനുഭവങ്ങൾ ആ പെൺകുട്ടിക്ക് നേരിട്ടിട്ടുണ്ട് എന്ന്. കാര്യം അന്ന് ആ പെൺകുട്ടിക്ക് അത് എന്തായാലും പ്രതികരിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഇപ്പം ആ ഒരു കാണിച്ച ആ ഒരു മനസ്സ് വലിയൊരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരത്തി അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് ഈ ഹേമ കമ്മിറ്റിയും കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നതിനെ പറ്റിയിട്ട് എനിക്കറിയത്തില്ല. എന്നെ ഒരു മീഡിയയിലുള്ള ആരോ എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെടുത്തെന്ന് അറിയത്തില്ല. എന്നെ വിളിച്ച് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു അനുഭവം ഉണ്ട് എന്ന് ഷെയർ ചെയ്തതും പിന്നിപ്പോൾ അതൊരു ചർച്ചയാവുന്നതും വിഷയങ്ങളെല്ലാം വന്നത്. അല്ലാതെ ആരും മനഃപൂർവ്വം ഇനി കുത്തിപ്പൊക്കിക്കൊണ്ട് മനഃപൂർവ്വം ഒരാളെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിട്ട് ഒന്നും തോന്നുന്നില്ല. ആ പുള്ളിക്കാരത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ജെനുവിനായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴും ഈ പറയുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന ടോപ്പായിട്ടുള്ള ആൾക്കാർ ഈ രഞ്ജിത്തിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാര്യം കാണിച്ചത് തെമ്മാടിത്തരമാണെങ്കിലും ഉള്ള ബോധ്യം എല്ലാത്തിനും വന്നു കഴിഞ്ഞാൽ കൊള്ളാം. കാര്യം പണ്ട് ദിലീപിൻ്റെ കേസിൽ നമുക്കറിയാം, ദിലീപ് ഈ പറയുന്ന അതിന് ജയിലിൽ പോയി കിടന്നു, അതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ അന്ന് ആ ഒരു സമയത്ത് കുറേ നടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ഒരു വിഷയത്തിൽ വന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരാരും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് വന്ന് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം പല കാര്യങ്ങളിലും ഈ സൈലൻസ് കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇതൊക്കെ കറക്റ്റ് സമയമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയാനായിട്ട് നോക്കുക. അപ്പം ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.